നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കണ്ണിനും മനസ്സിനും കുളിർമഴ തീർത്ത കണ്ണൂർ പുഷ്പോത്സവത്തിന് സമാപനം. പോലീസ് മൈതാനിയിൽ നടന്ന സമാപന സമ്മേളനം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കണ്ണിനും മനസ്സിനും കുളിർമഴ തീർത്ത കണ്ണൂർ പുഷ്പോത്സവത്തിന് സമാപനം. പോലീസ് മൈതാനിയിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 16 മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ കണ്ണൂരിന് കൗതുകം, സുഗന്ധം, സൗന്ദര്യം ഇതെല്ലാം വാരി വിതറി സന്ദർശകന്മാർക്കും അനുബന്ധമായി എത്തുന്നവർക്ക്, പ്രിയപ്പെട്ട മക്കൾ, കുട്ടികൾ എല്ലാവർക്കും ഒരുപോലെ ഹൃദയഭരിതമായ അനുഭവങ്ങളും അനുഭൂതികളും നൽകി പുഷ്പോത്സവം സംഘടിപ്പിച്ച സംഘാടകന്മാരെ ഞാൻ പ്രത്യേകമായി അഭിവാദിക്കുകയാണ്. പ്രത്യേകിച്ച് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ കളക്ടർ EIS-ന്റെ ഇതിൻ്റെ ഉദ്യോഗസ്ഥൻ ഇത്ര മനോഹരമായി മലയാളത്തിൽ പ്രഭാഷണം നടത്തുമെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. പുഷ്പോത്സവം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും ഒരു ഉത്സവ പ്രകാശം പകർത്തുന്ന നിലയിൽ അദ്ദേഹം ജില്ലാ കളക്ടർ മാത്രമല്ല, ഞാനൊരു സാഹിത്യ സാംസ്കാരിക നായകൻ കൂടിയാണെന്ന് ബോധ്യപ്പെടുത്തി. അതുപോലെ തന്നെ നമ്മുടെ ഈ നിതിൻരാജ് IPS പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഇപ്പോൾ കാണുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനാണ് തോന്നുന്നത്. കാരണം ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാവഭാവിതകളും ജനം ഭയപ്പെടുന്ന പോലെയുള്ള രൗദ്രഭാവങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. പുഷ്പോത്സവം കണ്ണൂരിന്റെ ജനകീയ ഉത്സവമായി മാറിയെന്ന് മന്ത്രി പറഞ്ഞു. സൊസൈറ്റി പ്രസിഡന്റും ജില്ലാ കളക്ടറുമായ അരുൺ K. വിജയൻ അധ്യക്ഷത വഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഉത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയികൾക്കുള്ള സമ്മാനം മന്ത്രിയും കളക്ടറും പോലീസ് കമ്മീഷണറും ചേർന്ന് വിതരണം ചെയ്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ്, പുസ്തകോത്സവം സംഘാടക സമിതി ജനറൽ കൺവീനർ PV രത്നാകരൻ, സംഘാടക സമിതി ട്രഷറർ KM ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.